പ്രിയമുള്ളവരെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം, ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അതിൻ്റെ നടുവിലും നിന്നെ ഇന്നയോളം നടത്തിയ ഒരു മഹാദൈവമുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം. എൻ്റെ പ്രിയമുള്ളവരെ, വിശ്വസിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിന്റെ നീറുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ തമ്പുരാനുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ഒരുപാട് മനുഷ്യർ ഒരുപക്ഷേ സങ്കടങ്ങളുടെ ഒരു കൂമ്പാരവും പേറി നടക്കുന്നവരായിരിക്കാം. ആരോടും ഒന്നും പറയുവാൻ പോലുമാകാതെ, ഒരുപക്ഷെ ഒന്ന് പൊട്ടിക്കരയുവാൻ പോലുമാകാതെ നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പാട്ടുകാരൻ പാടുന്നത് പോലെ, ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഞാൻ ആരൊപ്പം കുടിക്കും, പാവന സ്നേഹമേ മനമുരുകുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം, ആരാധന മാത്രമാശ്വാസം. ആ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് നമുക്ക് പോകാം. ആ കാൽവരിയുടെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 15 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ഹാഗാർ എന്ന ഒരു അടിമ പെൺകുട്ടി അബ്രഹാമിൽ തനിക്ക് ജനിച്ച ഇസ്മായേലിനെയും കൊണ്ട് മരുഭൂമിയുടെ പച്ചപ്പ് തേടിയുള്ള യാത്ര നാം കാണുന്നുണ്ട്. പ്രാണന് വേണ്ടി പിടയുന്ന തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ കഴിയാതെ ഒരു അമ്പിൻപാട് ദൂരം മാറി നിന്ന് നിലവിളിച്ച് കരയുന്ന ഹാഗാർ എന്നൊരു പെൺകുട്ടി, ദാഹജലത്തിന് വേണ്ടി, തൻ്റെ കുഞ്ഞിൻ്റെ ദാഹജലത്തിന് വേണ്ടി കരയുന്ന ഹാഗാറിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേൾക്കുന്നു. അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേൾക്കുന്നു. ദൈവം അവരോട് ചോദിക്കുന്നു, ഹാഗാർ. ദൈവം അവളെ വിളിക്കുകയാണ്, നിനക്കെന്ത്?